പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ് തൻ്റെ ഒരു അനുഭവം സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മളിന്ന് ധ്യാന വിഷയമാക്കുകയാണ്. ഈ അനുഭവത്തിൽ നിന്നുണ്ടായ ബോധ്യമാണ് നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനം 12-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. എൻ്റെ ബലഹീനതയിൽ ഞാൻ സന്തോഷിക്കും, കാരണം ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത ഒരു പ്രസ്താവനയാണിത്. എല്ലായിടത്തും ശക്തി പ്രകടനങ്ങൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ ബലഹീനതയിലെ ശക്തിയെക്കുറിച്ച് പ്രഘോഷിക്കുക, അത് മനസ്സിലാക്കുക എളുപ്പമായ കാര്യമല്ല. പക്ഷേ പൗലോസിൻ്റെ അനുഭവം അതായിരുന്നു. ലോകചരിത്രത്തിൽ, രക്ഷാചരിത്രത്തിൽ മുഴുവനും കാണുന്നതും ഈ അനുഭവമാണ്. ദൈവം രക്ഷ നൽകാനായി, ലോകത്തിന് രക്ഷ നൽകാനായി തീരുമാനിക്കുമ്പോൾ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നത് വലിയ ശക്തിയുള്ളവരെയല്ല, ബലഹീനരെയാണ്. അബ്രാഹം ഇടയപ്രമാണിയായിരുന്നു. പക്ഷേ അബ്രാഹത്തെ രക്ഷാചരിത്രത്തിന് തുടക്കത്തിൽ വിളിക്കുമ്പോൾ നാടും വീടും വിട്ട് ഏകനായി ഇറങ്ങിത്തിരിക്കാനാണ് ദൈവം ആവശ്യപ്പെടുക. ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത മോശ, അദ്ദേഹം ഫറവോയുടെ ഭവനത്തിൽ രാജകുമാരനെ പോലെ വളർന്നവനാണ്. പക്ഷേ അവിടുന്ന് പുറത്തിറക്കി മരുഭൂമിയിലൂടെ നയിച്ച് ഇടയനാക്കി വളർത്തി. അവസാനം ജനത്തെ മോചിപ്പിക്കാനായിട്ട് പറഞ്ഞയക്കുമ്പോൾ ആകപ്പാടെ കയ്യിൽ ആയുധമായിട്ടുള്ളത് ഒരു വടി മാത്രമാണ്. ദാവീദ് ഇടയ ചെറുക്കനായിരുന്നു. മല്ലനായ ഗോലിയാത്തിനെ നേരിടാനായിട്ട് ദാവീദ് ചെല്ലുമ്പോൾ ദാവീദിൻ്റെ കയ്യിൽ ആകെയുള്ളത് ഒരു കവിണയും സഞ്ചിയിലുള്ള കല്ലുമാണ്. ഇത് തന്നെയാണ് എപ്പോഴും ഏൽപ്പിക്കുന്ന ദൗത്യത്തിന് ഒട്ടും അനുപാതികം എന്ന് തോന്നാത്ത രീതിയിൽ ദുർബലമാണ് ദൈവം തിരഞ്ഞെടുക്കുന്ന ഉപകരണങ്ങൾ. ഈ ബലഹീനത അതിൻ്റെ പാരമ്യത്തിൽ പ്രകടമാകുന്ന യേശുക്രിസ്തുവിലാണ്. കാലിത്തൊഴുത്തിലെ ഏകാന്തതയിൽ, ദാരിദ്ര്യത്തിൽ ജനിച്ചവൻ കാൽവരിയിൽ നിലവിളിച്ചുകൊണ്ടാണല്ലോ മരിക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിടിഞ്ഞുവെന്ന് നിലവിളിച്ചു മരിക്കുന്നവൻ അവൻ ബലഹീനനാണ്. കുരിശിൽ നിന്നിറങ്ങി വരാനായിട്ട് അവനെ വെല്ലുവിളിച്ചു, പക്ഷേ ഇറങ്ങി വന്നില്ല. കുരിശിൽ നിന്നിറങ്ങി വന്നുകൊണ്ടല്ല ദൈവം ശക്തി പ്രകടമാക്കിയത്. ബലഹീനതയിൽ പ്രവർത്തിക്കുന്ന ദൈവം മരണത്തിൽ നിന്ന് ജീവനെ പുറപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ്. ഇന്നും ഇതുതന്നെ സംഭവിക്കും. എൻ്റെ ബലഹീനതയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് പ്രകടമാക്കുന്നത്. അപ്പോൾ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, എൻ്റെ ബലഹീനതകളിൽ ഞാൻ സന്തോഷിക്കുമ്പോൾ, ബലഹീനനായ എന്നിലൂടെ ബലപ്പെടുത്തുന്ന ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. ഇന്നും എന്നും ദൈവം പ്രവർത്തിക്കുന്നത് ഇതുപോലെയാണ്. പ്രകൃതിയിലും ഇത് തന്നെയല്ലേ സംഭവിക്കുക. ഒരു തുള്ളി വെള്ളം എത്രയോ മൃദുവാണ്, എത്രയോ നിസ്സാരമാണത്. പക്ഷേ തുള്ളിയായിട്ട് വീണുകൊണ്ടിരിക്കുന്ന വെള്ളം കുറേ കാലം കൊണ്ട് പാറയെപ്പോലും തുളയ്ക്കാൻ പര്യാപ്തമായിത്തീരുന്നു. പുൽത്തലപ്പുകളും വേരിൻ്റെ അഗ്രവുമൊക്കെ മൃദുലമാണ്, ബലഹീനമാണ്. പക്ഷേ ഈ ബലഹീനമെന്ന് തോന്നാവുന്ന പുൽത്തലപ്പിനും വേരിനും പാറയെ തകർക്കാനായിട്ട് സാധിക്കും. ദുർബലമെന്ന് തോന്നുന്നത് അത്ര ദുർബലമാകണമെന്നില്ല. ഈ ദൗർബല്യത്തിലൂടെ പ്രകടമാകുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. സ്നേഹം ദുർബലമായി തോന്നാം, പക്ഷേ ക്രോധത്തെക്കാളും വിദ്വേഷത്തെക്കാളും ശക്തം സ്നേഹമാണ്. മരണത്തെയും മറികടക്കുന്ന, എല്ലാറ്റിനെയും കീഴടക്കാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ശക്തിയായി നൽകിയിരിക്കുന്നു. ആ ശക്തിയാണ് സ്നേഹത്തിൻ്റെ ശക്തി, ക്ഷമിക്കുന്ന ശക്തി, വാത്സല്യത്തിൻ്റെ ശക്തി. അത് ബലഹീനമെന്ന് തോന്നാം, പക്ഷേ അതാണ് യഥാർത്ഥമായ ശക്തി. അപ്പോഴും നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിൽ ആശ്രയിക്കുക, ബലഹീനനായ എന്നിലൂടെ പ്രവർത്തിക്കാൻ ദൈവത്തിന് സ്വയം വിട്ടുകൊടുക്കുക. ബലഹീനതയിൽ ഞാൻ സന്തോഷിക്കും, കാരണം ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. കാരണം എന്നിലൂടെ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ആമേൻ.